ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷൈൻ വീഡിയോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെയുള്ള കൊച്ചു കൊച്ചു പൂക്കളും ഇലകളും മാത്രം പറിച്ചു കൊണ്ട് വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. അതുപോലെ തന്നെ ഇത് മാർക്കറ്റിലെല്ലാം നല്ല ഡിമാൻഡാണ്, നല്ല റേറ്റ് കൊടുത്ത് വാങ്ങിക്കുന്ന ഗിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയും സിമ്പിളായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്കൊക്കെ ഇത് ഒരു ബിസിനസ് ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നതാണ്. അമ്മമാർക്ക് മാത്രമല്ല, കുട്ടികൾക്കും ഇത് നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഒത്തിരി പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഐഡിയ ആണിത്. മൊത്തത്തിലുള്ള ചിലവ് എന്ന് പറയുന്നത് ഈ ഒരു പേപ്പറിൻ്റെ മാത്രമാണ്, ഈ ഒരു ചാർട്ട് പേപ്പറിൻ്റെ മാത്രമാണ് നമുക്കൊരു റേറ്റ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഫ്രെയിം ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫ്രെയിമിൻ്റെ റേറ്റ് കൂടി വരുന്നുണ്ട്. അത്ര മാത്രമേ നമുക്ക് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ. ഇത് ചെയ്യാനായിട്ട് അത്രയും വളരെ സിമ്പിളാണ്. ഫസ്റ്റ് ആയിട്ട് ഇതുപോലെ ചാക്കുനൂലിനെ റൗണ്ട് ആയിട്ടുള്ള രീതിയിൽ ഒന്ന് മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ വീടിൻ്റെ മുറ്റത്തുള്ള കൊച്ചു കൊച്ചു ചെടികളിൽ നിന്നും പറിച്ചിട്ടുള്ള ഇലകളാണ് അതിലേക്ക് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചെടികളുടെ കമ്പുകളും ഈ ചെടികളുടെ കമ്പുകളും എല്ലാം അതിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുപോലത്തെ ഫ്ലവറുകളും അതിൽ വെച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. മല്ലികപ്പൂവൊക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ ആ ഒരു പൂക്കളെല്ലാം നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് കാണുന്ന പൂക്കളെല്ലാം ഇതുപോലെ നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് തോന്നുന്ന രീതിയിൽ മൊത്തത്തിൽ ആ ഒരു ഫ്ലവറുകളെ അതിലേക്ക് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കൊച്ചു പൂവിന് തണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു തണ്ട് വരച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ ഒരു കളർ ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് അതിലേക്ക് ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ഹാപ്പി മദേഴ്സ് ഡേ എന്ന് കൂടി എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗിഫ്റ്റ് കൊടുക്കേണ്ട എന്ത് പ്രോഗ്രാംസ് ആയിരുന്നാലും ശരി, വിഷസ് അറിയിച്ചുകൊണ്ട് നമുക്ക് ഇതുപോലത്തെ ഗിഫ്റ്റ് ഐഡിയ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഞാനിതിൽ മദേഴ്സ് ഡേ എന്നാണ് എഴുതിയിട്ടുള്ളത്. മൊത്തത്തിലുള്ള അക്ഷരങ്ങളെ അതിലേക്ക് എഴുതി ചേർത്തതിന് ശേഷം നമുക്ക് ഒരു ലെയർ കൂടി അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു വൃത്തിയാണ് കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര മോശമാണ് കേട്ടോ. ഒന്നാമതെന്ന് പറഞ്ഞാൽ ഇപ്പം എഴുത്തും വായനയൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ എന്തെങ്കിലും എഴുതുകയാണെങ്കിലും പറയുകയാണെങ്കിലും എന്ത് മെസ്സേജ് അയക്കുകയാണെങ്കിലും നമ്മൾ ടൈപ്പല്ലേ ചെയ്യുന്നത്. അതുപോലെ തന്നെ വോയിസൊക്കെ അയക്കില്ല ചെയ്യുന്നത്. എഴുതേണ്ട ഒരു ആവശ്യം വരണില്ല. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ എഴുതുന്ന സമയത്ത് എൻ്റെ കൈയൊക്കെ ഇങ്ങനെ വിറയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും കേട്ടോ. അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. എന്നിരുന്നാലും പറ്റുന്നത് പോലെയൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇതുപോലത്തെ കുറച്ച് പുല്ലുകളൊക്കെ അതിൻ്റെ സൈഡിലായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ഫ്ലവർ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഫൈനലായിട്ടുള്ള ലുക്ക്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഡിമാൻഡാണ് ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ ഷോപ്പുകളിൽ. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെയൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ആദ്യമായിട്ടൊക്കെ ഷൈൻ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും കമൻറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ് കേട്ടോ. അടുത്ത ദിവസങ്ങളിൽ കിടിലനായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസുമായിട്ട് വരുന്നുണ്ട്. അതുവരെ എല്ലാവർക്കും ബൈ.